നിലവിൽ അനിൽകുമാർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്നും നവകേരള സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ഉത്തരവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിധിയിലുള്ള ഒരു ആശ്വാസത്തിലുള്ള മറുപടി കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. ഇത്ര കോലാഹലങ്ങൾ ഉണ്ടാക്കി അതെല്ലാം എന്തായി എന്നുള്ള ചോദ്യം ഉയർത്തുന്ന ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അതീവ ഗൗരവതരമായിട്ടുള്ള കത്ത് കൂടി പുറത്തുവിടുകയാണ്. അപ്പോൾ അനിൽകുമാറൊക്കെ സമീപിക്കുന്ന പോലെ വളരെ നിഷ്കളങ്കമായി തന്നെ ഈ പ്രശ്നം അവസാനിച്ചങ്ങ് പോകും. ഒരിക്കലല്ലേ നോക്കൂ, ഇത് വളരെ സ്പഷ്ടമായി സർക്കാർ സംവിധാനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കുന്നു എന്നത് സമൂഹത്തിന് മുന്നിൽ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ഇവിടെ അതും പ്രധാനമായ ഗുരുതരമായിട്ടുള്ള കാര്യം, സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ആ ഡേറ്റ സ്പ്രിംഗ്ലറിന് തുല്യമായി ഇവിടെ ചോർത്തപ്പെട്ടിരിക്കുന്നു. ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രചരണം നടത്താൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നുള്ളതാണ്, മുഖ്യമന്ത്രി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള കാര്യം. നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തീർച്ചയായിട്ടും രഹസ്യമായി സൂക്ഷിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. രാജ്യത്ത് എത്രയോ കോടതി വിധിയിൽ അതുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് പ്രൈവസിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിയമ സംവിധാനം നിലനിൽക്കെ സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ സ്വകാര്യ വിവരങ്ങളും മറ്റ് കാര്യങ്ങൾക്കാണെന്ന തരത്തിൽ സ്വന്തമാക്കിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന നിർക്കേട്ട സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജനാധിപത്യത്തിൽ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സ്വതന്ത്രരാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഏകപക്ഷീയമായി ഒരു വിഭാഗം ആളുകൾക്ക് സ്വന്തമാവുകയും അത് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഈ തുല്യത നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടുള്ള ആ തുല്യത നഷ്ടപ്പെടുന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൃത്യമായി പ്രചരണം അതല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളിലേക്ക് കൂടുതൽ എത്താൻ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗിച്ചുകൊണ്ട് എത്താൻ സാധിക്കുന്നു. ഇത് ശരിയല്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, ഒപ്പം നമ്മുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടവുമായിട്ട് UDF മുന്നോട്ട് പോകും. ഇന്ന് ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ട കത്ത് ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം കൂടിയാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോൾ കേട്ടത്. സന്ദീപ് സൂചിപ്പിച്ച പോലെ തന്നെ തീർത്തും സ്വകാര്യതയുടെ ലംഘനവും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും കൂടി ഇത് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും വെള്ളിയാഴ്ചയാണ് ഇതിൽ സത്യവാങ്മൂലം നൽകേണ്ടത്. സർക്കാർ ഈ കത്തുകൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ എളുപ്പം സർക്കാരിന്റെ ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്നുള്ളതാണ്.